ഈ മധ്യാഹ്ന വേളയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് മഞ്ഞാടി ബഥേൽ ബ്രദർ അസംബ്ലിയുടെ മൂല്യത്തിൽ ദൈവവചനമായിട്ട് ഞങ്ങൾക്ക് നിൽക്കുവാൻ തക്കവണ്ണം പരിവനാക ദൈവം ഇടയാക്കിയ വലിയ കൃപകൾക്കാக സ്തോത്രം. എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാനായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഞാനൊരു ഹിന്ദുക്കൾ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവനാണ്. ഞാൻ മാരകമായ രോഗത്തിൽ അകപ്പെട്ടു പോയി. 1919 ഡിസംബർ മാസം 13 2019 ഡിസംബർ മാസം 19 TMM ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ. അവിടെ പോയപ്പോൾ പറഞ്ഞു എല്ലാം ബ്ലഡ് വിളക്ക് കൊട്ടാരക്കല്ലെന്ന് 7 സഹോദരന്മാര് വന്നാണ് എനിക്ക് ബ്ലഡ് സഹായിച്ചത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന റെഡിയായി. ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന ഡോക്ടർ ജയകുമാറാണ് അവിടുത്തെ ഡോക്ടർ ഇപ്പോഴും ഉണ്ട്. ആണ് പുള്ളിക്കാരൻ പറഞ്ഞു, അച്ചായോ നിങ്ങൾ എവിടെ വന്നിരിക്കുമെന്ന് ചോദിച്ചു. ആരും പറഞ്ഞു കാണത്തില്ല ഈ രോഗത്തിൽ ആരോടും നിങ്ങൾ എത്രയോ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, എത്രയോ ഡോക്ടർമാർ നിങ്ങൾ പോയിട്ടുണ്ട്, മരുന്നുകൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ആണ് അവർ ഡോക്ടർ MBBS പഠന ഡോക്ടർ പറഞ്ഞൊരു കാര്യം, അച്ചായ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സാറേ ഞാൻ മരിക്കും, പക്ഷെ എന്റെ ജനം മാത്രമേ മരിക്കത്തില്ല, എന്റെ ആത്മാവ് മരിക്കുകയില്ല. ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെയാണ്. കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത ഒരു ആത്മീയ ഒരു ആത്മാവാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാ. അതിനാണ് ജനിപ്പിച്ചത്. എന്നാൽ മണ്ണ് കൊണ്ട് മിണഞ്ഞ് ജീവനെ മൂക്കിലെ ശ്വാസം വെച്ച ഒരു കർത്താവുണ്ട്. ആ ദൈവത്തെയാണ് സാക്ഷീകരിക്കുന്നത്. അതുപോലെ തന്നെ 2025 ഫെബ്രുവരി മാസം 6 ഇവിടുന്ന് വീണ്ടും എന്റെ വീട്ടിലോട്ട് കടന്നു വന്നു. സാഹിബിന്റെ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ കടന്നുപോയി. അവിടെ ഡോക്ടർ ജയറാം റെഡ്ഡി ആണ് എന്റെ സുഹൃത്തായിരിക്കുന്ന ഡോക്ടർ ഇന്ന് മരുന്നുകളൊക്കെ കൊടുക്കുന്നതും ഓപ്പറേഷൻ ചെയ്തേക്ക്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ശരിയാകത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണാൻ പറഞ്ഞു. ഉടൻ തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ സാഹചര്യം നോക്കുമ്പോഴും അവിടുത്തെ സാഹചര്യങ്ങൾ ശരിയായില്ലെന്ന് പറഞ്ഞ് തിരിച്ച് തിരുവല്ല പുഷ്പകര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെയും പറഞ്ഞു, വലിയ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വീണ്ടും അതുപോലെ തന്നെ 3 ഹോസ്പിറ്റലിലൂടെ വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെയും പറഞ്ഞു, അത് ഈ ഹാർട്ടിന്റെ ഓപ്പറേഷനിൽ ഡോക്ടർമാരാണ് കണ്ടത്, സംസാരിച്ചത്. എൻ്റെ ഏഴ് സഹോദരനോട് എൻ്റെ മോനോട് പറഞ്ഞു, ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, നിങ്ങളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ ഡോക്ടർമാര് കൈയൊഴിഞ്ഞു. ആ കൈയൊഴിയാത്ത ഒരു ദൈവമുണ്ട്, മറക്കാതെ ഒരു ദൈവമുണ്ട്, ജീവന നൽകുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ എന്റെ കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരിക്കുന്ന കർത്താവ്. ആ ദൈവമാണ് എനിക്ക് ജീവൻ തന്നത്. നിങ്ങളുടെ സഭയിലുള്ള സുവിശേഷകനായിരിക്കുന്ന സൈൻ ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു കുടുംബമായിട്ട് 1 മണിക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ആശയില്ല, അനക്കമില്ല, ഒന്നുമില്ല, വെള്ളം പോലെ ഉണക്കുകയില്ല, നാടി ഞരമ്പുകളെല്ലാം കടന്നുപോയി, മരിക്കുവാനും ഇടയായി. എന്നാൽ കർത്താവ് ഇവിടുന്ന് പ്രാർത്ഥന ദൈവം കേട്ട് പല സ്ഥലത്തിലേക്ക് സന്ദേശങ്ങൾ അണിയിച്ചു. നമ്മുടെ സഭയിലെ കൂടി വരുന്ന പ്രിയ ഗണേശ സഹോദരൻ കിടക്കപ്പായിൽ കിടക്കുകയാണ്. ഒരു ഞാവിലൊക്കെ ഇല്ല, കറ്റോടെയുള്ള നീന്തലക്കര അടുത്തുള്ള കൊമ്പാടി ദേശവാസികളെല്ലാവരും കടന്നു വന്നു എന്നെ കാണുവാൻ തക്കനും കടന്നു വന്നു. അവർ കടന്നു വന്നപ്പോഴേക്കും എനിക്ക് യാതൊരു അനക്കമോ യാതൊരു പാവമോ ഒന്നുമില്ല. എന്നാൽ മുട്ടുപേല ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ ജീവനുള്ള ദൈവമുണ്ട്. എന്നാൽ ദൈവം തന്നെ ഒരു ജീവനാണ്. അവരെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട എന്നെ ശബ്ദപ്രതികൾ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവ സഹോദരന്മാരെ, അമ്മച്ചിമാരെ, നിങ്ങൾ ഈ ദൈവത്തെ കണ്ടെത്തണം. ഈ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ആ ദൈവത്തെ കൈകൊള്ളുമ്പോൾ ഒരു ദുഃഖവും വരത്തില്ല, ഒരു പ്രയാസം വരത്തില്ല.
എത്രയോ പേരുകൾ ഇന്ന് കിടക്കപ്പായയിൽ കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് അവരെ മാതാപിതാക്കളില്ലാതെ അവരെ ഒരു ജോലിക്കാരനെ വിട്ടാണ് അവരുടെ മാതാപിതാക്കളെ നോക്കുന്നത്. അതല്ല, ജീവനുള്ള ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്, അത് വീണ്ടടിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് എന്നെ സാക്ഷി ഇരുന്നുകൊള്ളും. ദൈവനാമത്തെ പെടുമാറാകട്ടെ. ആമേൻ. പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പൂർണ്ണ ഹൃദയത്തോടെ തന്റെ ജീവിതത്തിലെ സാക്ഷ്യം പറയാനുള്ള കാരണം അത്ര വലിയ കാര്യമാണ് ദൈവം പ്രിയപ്പെട്ടവന് വേണ്ടി ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സൊക്കെ ഓപ്പറേഷൻ ചെയ്താൽ അന്നേരം ഇദ്ദേഹം മരിക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2 ദിവസം കൂടെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ 2-3 മാസമായിട്ട് സൗഖ്യത്തോടെ നിന്ന് കർത്താവിനെ ഉയർത്തുന്നുവെങ്കിൽ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു, ഒരു ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സർവവല്ലഭനായി ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ തരട്ടെ. ഇപ്പോൾ ഒരു ലഘു സന്ദേശം ഞങ്ങളുടെ പ്രിയ സഹോദരൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. കർത്താവിന്റെ വലിയൊരു ദാസൻ ബഹുമാനായ എ വി എബ്രഹാം അവറുകളെ ലഘു സന്ദേശത്തിനായിട്ട് ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.